കഴിഞ്ഞ ദിവസം ഗബ്രി ജാസ്മിൻ കോംബോയ്ക്കിടയിൽ എന്താണ് നടക്കുന്നതെന്നുള്ള ക്ലാരിഫിക്കേഷൻ മോഹൻലാൽ നടത്തിയിരുന്നു. പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാരിഫിക്കേഷൻ ആയിരുന്നു ഇത്. ഇരുവരുടെയും ചില വീഡിയോസും ഷോയിൽ പ്രദർശിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെ വളരെയധികം ഇമോഷണൽ ആയാണ് ജാസ്മിനെയും ഗബ്രിയെയും പിന്നീട് കണ്ടത്. ഇന്ന് രാവിലെ മുതൽ വളരെ ഗ്ലൂമി ആയിരുന്നു ജാസ്മിനും ഗബ്രിയും. ഇടയിൽ മൈക്ക് ധരിക്കണമെന്ന് പറഞ്ഞ ജിൻഡോയുമായി ജാസ്മിൻ തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു. ജാസ്മിൻ ആണെങ്കിൽ മൈക്ക് ധരിക്കാനും കൂട്ടാക്കിയില്ല. ഒടുവിൽ ബിഗ് ബോസ് പറയേണ്ടി വന്നു. ഇത് കൂവിയാണ് ജിൻഡോ വരവേറ്റത്. ജിൻഡോ ആണെങ്കിൽ ജാസ്മിനെ ട്രിഗർ ചെയ്തുകൊണ്ടേയിരുന്നു. ഇതോടെ കൺട്രോൾ വിട്ട് ജാസ്മിന് കരയുന്നതും വീഡിയോയിൽ കാണാം. ലവ് ട്രാക്ക് മാറ്റി പിടിച്ച് സെന്റിമെന്റ് പിടിക്കുകയാണ്. വിട്ടുപോടെ, ഇത് കുറെ കണ്ടതാണ് എന്നാണ് ജിൻഡോ പറഞ്ഞത്. ഈ സമയം ജാസ്മിൻ പൊട്ടിപ്പൊട്ടി കരയുന്നുമുണ്ട്. പിന്നാലെ കൺഫെഷൻ റൂമിലേക്ക് വരാൻ വിളിച്ചു. ഇത് കേട്ട ജാസ്മിൻ പൊട്ടിപ്പൊട്ടി കരയുകയാണ്. എനിക്ക് വയ്യ, എനിക്ക് പോണ്ട, എന്ത് തെറ്റാ ഞാൻ ചെയ്തത്, എനിക്ക് വീട്ടിൽ പോണം, എനിക്ക് വയ്യ, എനിക്ക് പറ്റുന്നില്ലടാ, ഞാനൊന്നും ചെയ്തില്ലടി, എനിക്ക് പറ്റുന്നില്ലടാ, എന്ത് തെറ്റാ ഞാൻ ചെയ്തത്, എല്ലാവർക്കും സന്തോഷമായില്ലേ എന്നിങ്ങനെയൊക്കെ കരഞ്ഞോണ്ട് റസ്മിനെ കെട്ടിപ്പിടിച്ച് ജാസ്മിൻ പറയുന്നുണ്ട്. ഇതെല്ലാം കണ്ടു കേട്ടും സങ്കടത്തോടെ ഒന്നും മിണ്ടാനാകാതെ ഇരിക്കുകയാണ് ഗബ്രി. പിന്നീട് ബിഗ് ബോസ് വിളിച്ചത് പ്രകാരം കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ആവശ്യം വരും എന്നാണ് ഈ വേളയിൽ സായി പറഞ്ഞത്. ഇത്രയും സങ്കടപ്പെടാൻ മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ബിഗ് ബോസ് ജാസ്മിനോട് പറഞ്ഞത്. ഇതിന് വേറെ ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല, എനിക്ക് സംഭവിക്കുന്നു. എനിക്ക് തിരിയാനും അറിയാനും പറ്റുന്നില്ല, ദേഷ്യപ്പെടാനോ ചിരിക്കാനോ ഒന്നും പറ്റുന്നില്ല. എന്നെ ഇതിനെ കൊള്ളത്തില്ല. എനിക്ക് ചിന്തിക്കാനൊക്കെയുള്ള കഴിവ് പോയി. കണ്ണാടിയിൽ നോക്കുമ്പോൾ ഞാനേയല്ല റസ്മിനെ. എൻ്റെ വിഷമത്തിന് കാരണം ഗബ്രിയല്ല, അവൻ എൻ്റെ മുന്നിൽ കരഞ്ഞു. എന്തൊരു മനുഷ്യന്മാരാണ്. എനിക്ക് ആരെയും കാണണ്ട. പുറത്ത് സപ്പോർട്ട് ഉള്ളത് കൊണ്ടല്ലേ ജിൻഡോയുടെ ഒപ്പം എല്ലാവരും പോകുന്നത്. എനിക്കും അവനും ഒരു ജീവിതമില്ലേ എന്നൊക്കെ പറഞ്ഞ് ജാസ്മിൻ കരയുന്നത് നമുക്ക് വീഡിയോയിൽ കാണാം. ജാസ്മിൻ, നിങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സേവനം ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭ്യമാവുമെന്നും ബിഗ് ബോസ് അറിയിച്ചു. ഇതിനിടയിൽ ജാസ്മിൻ എല്ലാവരുടെയും ഇടയിലിരിക്കുമ്പോൾ ഡിസ്റ്റർബ് ആകുന്നു. ഒരു ദിവസത്തേക്ക് മാറ്റി നിർത്താമോ എന്ന് അപ്സര ബിഗ് ബോസിനോട് ചോദിക്കുന്നുമുണ്ട്. അതേക്കുറിച്ച് ആലോചിച്ചിട്ട് പറയാമെന്ന് ബിഗ് ബോസ് മറുപടിയും നൽകി. ഇതിനിടെ ഗബ്രിക്ക് വയ്യാതായി. ആരോടും മിണ്ടാതെ ഇരുന്ന ഗബ്രിക്ക് സൈക്കോളജിസ്റ്റിൻ്റെ സഹായം നൽകുന്നുമുണ്ട്.